നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കാലിലണിഞ്ഞ വിവാഹമോതിരം കുരുക്കായി. തമിഴ് ദമ്പതികൾക്ക് രക്ഷകരായി തിരൂർ അഗ്നിരക്ഷാസേന. 18 വർഷം മുമ്പ് വിവാഹ ചടങ്ങിനോടനുബന്ധിച്ച് തമിഴ്നാട് സ്വദേശി സെൽവി കാലിലണിഞ്ഞ മോതിരമാണ് ദുരിതമായത്. കൊളപ്പുറത്ത് സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. തമിഴ്നാട് പൊള്ളാച്ചി കണ്ണപ്പൻ നഗർ സ്വദേശി ഗ്യാസ് ഖാദർ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദറിനെയാണ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് സംഘവും അറസ്റ്റ് ചെയ്തത്. തിരൂർ ഗൾഫ് മാർക്കറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ആദ്യഘട്ട നറുക്കെടുപ്പ് തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ താലൂക്ക് ചരിത്ര സഭാ സമ്മേളനം തിരൂർ പ്രൊവിഡൻസ് കോളേജിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചൈനാത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസവ സമയത്ത് തലക്ക് പരിക്കേറ്റ് നവജാത ശിശു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് തിരൂർ പോലീസ് കേസെടുത്തു. തിരൂർ ജില്ലാസ്പത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തിരുനാവായ കൊടക്കലിൽ വാടകക്കോട്ടത്തിൽ താമസിക്കുന്ന യുവതിയുടെ കുഞ്ഞാണ് മരണപ്പെട്ടത്. സോപാനും കേബനും 28ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പെരുന്നാൾ ഫെസ്റ്റും ചാവക്കാട് റഹ്മാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. സോപാനം പ്രസിഡന്റ് PS സഹദേവൻ അധ്യക്ഷനായി. മുത്തൂർ ഹിൽസ് MLP സ്കൂളിൽ കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തൈ പദ്ധതിക്കും ലെൻസ്ബഡ് തിരൂരിന്റെ സഹകരണത്തോടെ വൃക്ഷത്തൈ വിതരണത്തിനും തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ KK അബ്ദുസലാം മാസ്റ്റർ നിർവഹിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് തിരൂർ PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് ഹർജികൾ പരിഗണിച്ചു. ആകെ 7 ഹർജികളാണ് കമ്മീഷന് മുമ്പാകെ വന്നത്. താനൂർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 22 ഞായറാഴ്ച ലഹരി ആപത്ത് കല സമ്പത്ത് എന്ന പേരിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BKME പ്രവർത്തകർ കുറ്റൂർ പോസ്റ്റ് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് CR അറമകൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭയിലെ 6ാം വാർഡിൽ നിന്നും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വൈസ് ചെയർമാൻ P രാമൻകുട്ടി മൊമന്റോ നൽകി ആദരിച്ചു. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.